തോൽവി വിലയിരുത്താൻ ചോദ്യാവലിയുമായി CPIM തോൽക്കാൻ കാരണമായ വിഷയങ്ങൾ ആരായുന്ന 34 ചോദ്യങ്ങൾക്ക് മറുപടി നൽകണമെന്ന നിർദ്ദേശം ഏരിയ കമ്മിറ്റികൾക്കാണ് ചോദ്യാവലി നൽകിയിരിക്കുന്നത്. ആർ ശ്രീജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, തുറന്നടിക്കാൻ ആവശ്യപ്പെട്ടു, ഇപ്പോൾ ചോദ്യം മുന്നോട്ട് വെക്കുകയാണ്. എന്തൊക്കെ ചോദ്യങ്ങളാണുള്ളത്? ഏത് ഘടകം മുതലുള്ള ആളുകളാണ്, പാർട്ടി മെമ്പർമാരാണ് ഈ മറുപടി നൽകാൻ പോകുന്നതിന്? ഗോകുൽ, തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ, തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി വിലയിരുത്താനായി CPIMന്റെ ഏരിയ കമ്മിറ്റികൾ ഇന്നു മുതൽ സംസ്ഥാന വ്യാപകമായി ചേരുകയാണ്. എല്ലാ ഏരിയ കമ്മിറ്റികൾക്കുമാണ് ഇത്തരമൊരു ചോദ്യാവലി അയച്ചു കൊടുത്തിരിക്കുന്നത്. സംസ്ഥാന സമിതി തയ്യാറാക്കിയ ചോദ്യാവലിയാണ് ജില്ലാ നേതൃത്വങ്ങൾ വഴി എല്ലാ ഏരിയ കമ്മിറ്റികൾക്കും നൽകിയിരിക്കുന്നത്. മൊത്തം 34 ചോദ്യങ്ങളും അതിൽ തന്നെ 8ാമത്തെ ചോദ്യത്തിന് 3 ഉൾപ്പിരിവുകളുമുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യമായി ചോദിക്കുന്നത് 2024 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും പാർട്ടിക്ക് ലഭിച്ച വോട്ട് എത്ര? രണ്ടാമത്തെ ചോദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവിടങ്ങളിൽ ലഭിച്ച വോട്ട്. മൂന്നാമത്തെ ചോദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട്. അതായത് ഓരോ ഏരിയയ്ക്ക് കീഴിലും അല്ലെങ്കിൽ ഓരോ മണ്ഡലത്തിലും ലോക്സഭയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭയിലും ലഭിച്ച വോട്ടുകൾ താരതമ്യം ചെയ്യണം എന്നതാണ് ആദ്യ 3 ചോദ്യങ്ങൾ കൊണ്ടിലൂടെ ആവശ്യപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ സ്ക്വാഡ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എത്ര വീടുകൾ കയറി, വീടുകളിൽ ലഭിച്ച പ്രതികരണം എന്താണ്, പ്രതീക്ഷിച്ച വോട്ടെത്ര, ലഭിച്ച വോട്ടെത്ര, ഇതൊക്കെ താരതമ്യം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളുമുണ്ട്. ഓരോ മേഖലയിലും BJP ശക്തിപ്പെടുന്നതിൻ്റെ സൂചനകൾ, BJPക്ക് എത്ര വോട്ടാണ് കിട്ടിയത്, അത് കൂടുതൽ എത്ര, കുറവെത്ര എന്ന കാര്യം രേഖപ്പെടുത്തണമെന്നും പറയുന്നു. യുവജന വിദ്യാർത്ഥി വനിതാ സ്ക്വാഡുകൾ എത്ര ബൂത്തുകൾ പ്രവർത്തിച്ചു, ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക സ്ക്വാഡുകൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞോ എന്നുള്ള കാര്യവും ചോദിക്കുന്നുണ്ട്. കയറിയ വീടുകളുടെ എണ്ണം എത്രയാണ്, അതുപോലെ വിവിധ സാമൂഹിക വിഭാഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കും മുന്നണിക്കും അനുകൂലമായി വോട്ട് ചെയ്തോ എന്ന കാര്യവും 19ാമത്തെ ചോദ്യമായി ചോദിക്കുന്നത്. വിവിധ കാരണങ്ങളാൽ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയവരെ അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ, അവരെ പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഫലപ്രദമായി നടത്തിയോ എന്ന ചോദ്യവും ഉണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനിയുടെ വരിക്കാരെ ചേർക്കുന്ന കാര്യത്തിലും തെരഞ്ഞെടുപ്പ് കാല സ്പെഷ്യൽ പത്രം ചേർക്കുന്ന കാര്യത്തിലുമൊക്കെ കൈവരിച്ച പുരോഗതി അടക്കമുള്ള കാര്യങ്ങൾ അടങ്ങുന്നതാണ് ഈ ചോദ്യം. എങ്കിലും പുതിയ തലമുറ പാർട്ടിയോട് ഈ തെരഞ്ഞെടുപ്പിൽ കാണിച്ച സമീപനം എന്താണ് തുടങ്ങിയ ചില ചോദ്യങ്ങൾ ഉണ്ട്. അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രതീക്ഷിച്ച വോട്ടുകളെല്ലാം ചെയ്യിക്കാനായോ എന്ന ചോദ്യവുമുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെ വീഴ്ചയടക്കം വോട്ട് ചോർച്ച അല്ലെങ്കിൽ മറ്റ് സംഘടന, പ്രത്യേകിച്ച് BJPയുടെ വോട്ട് വിഹിതം എങ്ങനെ കൂടുന്നു എന്ന് വിശദമായ ഒരു വിലയിരുത്തലിലേക്ക് CPIM പോകുന്നു. ഏരിയ കമ്മിറ്റികൾക്കാണ് ഇപ്പോൾ ഈ 34 ചോദ്യങ്ങളടങ്ങിയ ചോദ്യാവലി നൽകിയിരിക്കുന്നത്. വിവരശേഖരണത്തിനായി ആർ ശ്രീജിത്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.